നമുക്കിപ്പോൾ ഈ നിമിഷം പൈറൈറ്റ് ക്രിസ്റ്റൽ മെഡിറ്റേഷൻ ചെയ്യാം. ഇത് പൈറൈറ്റ് സ്റ്റോൺ ആണ്. പൈറൈറ്റ് സ്റ്റോൺ ക്രിസ്റ്റലാണ്, പൈറൈറ്റ് സ്റ്റോൺ ആണ്. ഇപ്പം നമ്മിലെ ഇച്ഛാശക്തി, മെൻ്റൽ ക്ലാരിറ്റി, പ്രൊട്ടക്ഷൻ, ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ച എന്നിവയ്ക്കാണ് ഈ പൈറൈറ്റ്. ഇത് ക്രിസ്റ്റൽ സ്റ്റോൺ ആണ്. ഒറിജിനൽ പൈറൈറ്റ് സ്റ്റോൺ ആണ്. നാച്ചുറൽ സ്റ്റോൺ, ക്രിസ്റ്റൽ സ്റ്റോൺ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വലത് കൈപ്പത്തി ഇതുപോലെ ആശീർവാദ മുദ്ര, ഈ ഒരു കൈപ്പത്തി ഇങ്ങനെ ആശീർവദിക്കുന്ന പൊസിഷൻ. നിങ്ങൾ ഇടത് കൈപ്പത്തി ചിന്മുദ്ര, ചിന്മുദ്രയിൽ മടിമേൽ വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ കണ്ണടച്ചിട്ട് ഒന്ന് ശ്വാസത്തെ ശ്രദ്ധിക്കാം. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കിപ്പോൾ ലഭിക്കുന്ന ശ്വാസം വെറുതെ നിരീക്ഷിച്ചാൽ മതി. പ്രത്യേകമായ ശ്വാസോച്ഛ്വാസം ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ലഭിക്കുന്ന ശ്വാസോച്ഛ്വാസം വെറുതെ ശ്രദ്ധിക്കുക. ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസം നിങ്ങൾക്ക് പുത്തൻ ഉണർവും ഉത്സാഹവും നൽകുന്നു. പുറമേ വിടുന്ന ശ്വാസത്തിലൂടെ നിങ്ങളിലെ ദുർമേധസ്സുകൾ ഇല്ലാതെയാകുന്നു. ശ്വാസം എന്നത് പ്രാണനാണ്, അഥവാ വിശ്വജീവ ശക്തിയാണ്. ശ്വാസത്തെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല, നിങ്ങൾ ഒരിക്കലും തനിച്ചാകുന്നില്ല എന്ന തിരിച്ചറിവ് ലഭിക്കുന്നു. ശ്വാസം പ്രാണനാകിയാൽ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന അതേ പ്രാണൻ തന്നെയാണ് എന്നിലും. ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്, പ്രപഞ്ചം എന്നിലുണ്ട്. അങ്ങനെ ഇപ്പോൾ ഈ നിമിഷം ഭഗവത്ഗീതയിലെ വിശ്വരൂപ ദർശനം സങ്കല്പിക്കുക. ഭഗവത്ഗീതയിലെ വിശ്വരൂപ ദർശനം ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുത്തു. താൻ എവിടെയും ഉണ്ട്, എല്ലാത്തിലും താനുണ്ട് എന്ന സത്യം. എല്ലായ്പ്പോഴും നമ്മിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ ചൈതന്യം, ദൈവീകത്വം. കൃഷ്ണം വന്ദേ ജഗദ്ഗുരും, കൃഷ്ണം വന്ദേ ജഗദ്ഗുരും, കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. അങ്ങനെ ഭാഗവതത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ കുഞ്ഞ് ഉണ്ണിക്കണ്ണനായിട്ട് തൻ്റെ അമ്മ ഉണ്ണിക്കണ്ണൻ്റെ വാ തുറക്കാൻ പറഞ്ഞ സന്ദർഭത്തിൽ കണ്ടത് ഈ ഭൂഗോളമാണ്, പ്രപഞ്ചമായിരുന്നു ആ ഉണ്ണിക്കണ്ണനിൽ. നമ്മിൽ ആ പ്രപഞ്ച ഊർജമാണ് എന്ന് നാം അറിയുന്നതിന് നമ്മിലെ നിഷ്കളങ്കത, പ്രായത്തിൻ്റെ ബുദ്ധിയൊക്കെ ആയിക്കോട്ടെ, പക്ഷെ നിഷ്കളങ്കത എപ്പോഴും കാത്തു സൂക്ഷിക്കുക. നമ്മിലെ ഇന്നോസൻസ്. കൃഷ്ണം വന്ദേ ജഗദ്ഗുരും, 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 കൃഷ്ണം വന്ദേ ജഗദ്ഗുരും,
അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ ഗുരുവായി നമ്മെ ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. നമ്മിലെ ഇച്ഛാശക്തി ശക്തമാക്കുന്നു. നമ്മിലെ ചിന്താശക്തി വ്യക്തത ഉള്ളതാക്കി തീർക്കുന്നു. നമ്മിലെ ആധ്യാത്മികമായിട്ടുള്ള പുരോഗതി സുഗമമാക്കുന്നു. നമ്മിൽ ആധ്യാത്മികമായ സംരക്ഷണം ലഭിക്കുന്നു. അവൻ കൃഷ്ണം വന്ദേ ജഗദ്ഗുരും, കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. അങ്ങനെ ഉണ്ണിക്കണ്ണനായ ഭഗവാനെ ഭഗവത്ഗീതയിലെ ഗുരുവായി ശ്രീകൃഷ്ണ ഭഗവാനെയും മനസ്സിൽ സങ്കല്പിക്കുക. അതോടൊപ്പം വിശ്വം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ ആ ചൈതന്യം, ആ ഐശ്വര്യം തിരിച്ചറിയുക, അനുഭവിക്കുക. നമ്മിലും അതേ ചൈതന്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ട്യൂബ് ലൈറ്റ് പോലെ പ്രകാശിക്കുന്നു. കൃഷ്ണ ശോഭയാൽ ഭഗവാന്റെ ആ സാന്നിധ്യം, ആ സാമീപ്യം, ആ സൗരഭ്യം, ആ സൗന്ദര്യം അനുഭവിക്കുക. കൃഷ്ണം വന്ദേ ജഗദ്ഗുരും, കൃഷ്ണം വന്ദേ ജഗദ്ഗുരും, കൃഷ്ണം വന്ദേ ജഗദ്ഗുരും, കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ലോകർക്ക് അത്രയും തന്നെയും സന്തോഷം ലഭിക്കട്ടെ, ഗുരു കടാക്ഷം ലഭിക്കട്ടെ, സമ്പദ് സമൃദ്ധി ഐശ്വര്യം ആരോഗ്യം ലഭിക്കട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. അങ്ങനെ നിങ്ങൾ അനുഗ്രഹം സ്വീകരിക്കുക ഭഗവാനിൽ നിന്ന്. നമ്മുടെ സപ്ത ധ്യാനാമൃത സൗഹൃദ വിദ്യാ കേന്ദ്രത്തിലേക്ക് വരൂ. മുഖത്തലയിൽ നേരിട്ട് ധാരാളമായി തന്നെ ധ്യാനം, പ്രാണായാമ, ഭൗതിക ജീവിതത്തിലെ വിഷയങ്ങൾ എന്തും ഏതും പരിഹരിക്കാൻ, നിങ്ങളുടെ കുട്ടികളുടെ വിഷയങ്ങൾ ഗംഭീരമാക്കി മാറ്റാൻ നമുക്കിവിടെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് കൂടിയുണ്ട്, ആസ്ട്രോളജി ഉണ്ട്, ജ്യോതിഷം. ഇതെല്ലാം പ്രയോജനപ്പെടുത്തുക. മനുഷ്യ നന്മയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് നമ്മുടെ NP സ്കൂൾ ഓഫ് തോട്ട്സ്. 9605743596 എന്ന നമ്പറാണ് എൻ്റേത്. അപ്പോയിൻമെൻറ്റ്സ് എടുത്ത് വരാം. അങ്ങനെ ലോക സമസ്ത സുഖിനോ ഭവന്തു. കൃഷ്ണം വന്ദേ ജഗദ്ഗുരും, കൃഷ്ണം വന്ദേ ജഗദ്ഗുരും, കൃഷ്ണം വന്ദേ ജഗദ്ഗുരും, കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. അങ്ങനെ പാരൈറ്റ് എനർജി ലോകമെമ്പാടും നിങ്ങൾക്ക് എല്ലാവർക്കും ഊർജം ലഭിക്കട്ടെ. ലെറ്റ് എവരിവൺ റിസീവ് എനർജി. ഇത് പൈറൈറ്റ് ആണ്, ക്രിസ്റ്റൽ സ്റ്റോൺ ആണ്, നാച്ചുറൽ സ്റ്റോൺ. പൈറൈറ്റ് ഇറ്റ്സ് നാച്ചുറൽ സ്റ്റോൺ. എല്ലാവരും സ്വീകരിക്കുക എനർജി. മംഗളം ഭവിക്കട്ടെ. കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. ഞാൻ കൊല്ലം ആയത്തിലെ മെഡിറ്റർ ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റും കൂടിയാണ്. എൻ്റെ സേവനം സ്വീകരിക്കൂ. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ.